ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അറിയാൻ പോകുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് ചെടിയിൽ ഉണ്ടാവുന്ന കുരുടിപ്പ് രോഗത്തിനെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് കുരുടിപ്പ് രോഗത്തെ പ്രതിരോധിക്കാം, എങ്ങനെയാണ് കുരുടിപ്പ് രോഗം നമ്മുടെ തോട്ടത്തിൽ വരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കുരുടിപ്പ് രോഗം എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത് കീടങ്ങൾ വഴിയും രണ്ടാമത് വൈറസ് വഴിയും. ഈ വൈറസ് വഴി ഉണ്ടാകുന്ന കുരുടിപ്പ് രോഗത്തിനെ പ്രതിരോധിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൈറസിനെതിരായിട്ട് എന്തൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാവുന്ന കാര്യം വൈറസ് രോഗം ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും ചെടി ഉണ്ടെങ്കിൽ വേരോടെ പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ തീയിട്ട് നശിപ്പിക്കാറാണ് സാധാരണ ചെയ്യാറ്. അല്ലാതെ നമുക്ക് വൈറസ് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു ചെടികളിലേക്കും പകർന്ന് എല്ലാ തോട്ടം മുഴുവൻ നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. ആ വൈറസ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അത് കണ്ടെത്തി വേഗം തന്നെ അത് നശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി രണ്ടാമത്തെ കാരണം കീടങ്ങൾ വഴിയുള്ള ഇലക്കുരുടിപ്പാണ്. അതിനും പ്രധാന കാരണങ്ങൾ ഇലപ്പേനും വെള്ളീച്ചയും പോലുള്ള കീടങ്ങളാണ്. അപ്പൊ ഈ ഇലപ്പേനൊക്കെ ചെടിയിൽ വന്നു ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പെറ്റ് വരികയും ഒരുപാട് കോളനികൾ നമ്മൾ ആ ചെടിയിൽ ഉണ്ടാക്കിയിട്ട് ആ ഇലയുടെ തളിര ഇലകൾ നീരൂറ്റി കുടിച്ച് ആ ചെടിയെ പറ്റ കുരുടിപ്പ് പോലെ ആക്കി മാറ്റും. അപ്പൊ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് അതിന് പുതിയ പൂവോ കായോ ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നിട്ട് ചെടി സാവധാനത്തിൽ നശിച്ചു പോകുന്ന രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ വെള്ളീച്ച ഇതുപോലത്തെ വന്നിട്ട് മുളക് ചെടിയിലെല്ലാം ഇരുന്നിട്ട് അതിന്റെ നീരൂറ്റി കുടിച്ച് ഇലകൾക്ക് അടിയിലാണ് വെള്ളിച്ച സാധനം വന്നിരിക്കാറ്. നീരൂറ്റി കുടിച്ച് ആ ചെടിയെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണത എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ വെള്ളിച്ച വന്നിട്ട് നമുക്ക് വെള്ളിച്ച വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇലയുടെ അടിയിൽ വെള്ളത്തിൽ ചെറിയ ചെറിയ പ്രാണികളാണ് വെള്ളിച്ചകൾ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി ഡള്ളായി പോകും. വൈറസുകൾ നമ്മുടെ തോട്ടത്തിൽ പരക്കാനുള്ള ഒരു കാരണം വെള്ളിച്ചയാണ്. ഈ വെള്ളീച്ചകളൊക്കെ വഴിയാണ് വൈറസുകളുടെ വ്യാപനമൊക്കെ തോട്ടങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മുടെ തോട്ടത്തിൽ വെള്ളീച്ച ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ ഒഴിവാക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ അത് ഒരു പക്ഷേ അത് മറ്റു തോട്ടങ്ങളിൽ നിന്ന് വൈറസുകളുടെ ഒരു വ്യാപനവും നമ്മുടെ തോട്ടത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങളാണ് നമ്മുടെ മുളക് ചെടി ഉണ്ടാകുന്ന കുരുടിപ്പിന് കാരണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കുരുടിപ്പ് നമുക്ക് ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. കുരുടിപ്പ് ഒഴിവാക്കാൻ നമുക്ക് വിപണിയിൽ ഒരുപാട് പലതരത്തിലുള്ള സിന്തറ്റിക് ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള പല മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഏതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങൾ വഴി ഉണ്ടാവുന്ന കുരുടിപ്പിനെ ഒഴിവാക്കാനുള്ള ഒരു മരുന്ന് നമുക്ക് പരിചയപ്പെടാം. വൈറസ് വഴി ഉണ്ടാകുന്ന കുരുടിപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ നമുക്ക് പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീടങ്ങൾ വഴി ഉണ്ടാവുന്ന കുരുടിപ്പ് എങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാം, അവ ഇനി നമ്മുടെ തോട്ടത്തിൽ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന മരുന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്ര കുമിളാണ്. അപ്പൊ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ടുള്ള മിത്ര കുമിളിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഈ കീടങ്ങളെല്ലാം നശിപ്പിച്ച് കളയും. ഇവിടെ കീടങ്ങളുടെ കോളിനി എല്ലാം ഈ മിത്ര കുമിൾ വന്നിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയുള്ളൊരു കുമിളാണിത്. അതായത് ഒരു ഫംഗസ് ആണ്. ഇത് ചെടികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ യാതൊരു വിധത്തിലുള്ള ദോഷവും ഈ ഫംഗസ് വരുത്തില്ല. പകരം ഇത് കീടങ്ങൾക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് ആക്രമണകാരിയാണ്. കീടങ്ങളെ ഭയങ്കരമായിട്ട് ആക്രമിച്ച് കീടങ്ങളെല്ലാം നശിപ്പിച്ച് കളയും. അപ്പൊ ഈ ബിവേറിയ ബാസിയാന പറഞ്ഞിട്ടുള്ള ഈ മിത്ര കുമിള് സാധാരണ മണ്ണിലൊക്കെ കാണപ്പെടുന്ന ഒരു കുമിളാണ്, ഒരു ഫംഗസ് ആണ്. അപ്പൊ ഈ ഫംഗസ് ലാബിൽ പ്രത്യേക രീതിയിൽ വളർത്തി അതിന്റെ സ്പോർസ് ശേഖരിച്ച് വിത്തുകൾ ശേഖരിച്ചിട്ട് അത് ചോക്കുപൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവ വിപണിയിൽ പൗഡർ രൂപത്തിലെത്തുന്നത്. ഇത് ലായനിയായിട്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് മേടിച്ചാലും ശരി എല്ലാത്തിനും സെയിം ഗുണം തന്നെയാണുള്ളത്. ഇത് മേടിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ മൊത്തം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീടങ്ങൾ എപ്പോഴാണ് ഈ ബിവേറിയമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയം, ആ കോണ്ടാക്ട് വന്ന ഉടൻ തന്നെ ബിവേറിയയുടെ വിത്തുകൾ ഈ കീടങ്ങളുടെ ശരീരത്തിൽ പറ്റി പിടിക്കുകയും തുടർന്ന് ഈ വിത്തുകളെല്ലാം ആ ശരീരത്തിൽ വെച്ച് മുളച്ചിട്ട് അതിന്റെ വേരുകൾ, ഈ ഫംഗസിന്റെ വേരുകൾ ഈ കീടങ്ങളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ജലവും അതുപോലെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തിട്ട് ഈ ഫംഗസ് വളരാൻ തുടങ്ങും. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കീടങ്ങളെല്ലാം ഫംഗസ് കൊന്നുകളയും. നമ്മുടെ ശരീരത്തിൽ ഒരു മരത്തിന്റെ വിത്ത് പറ്റി പിടിച്ചിട്ട് ആ വിത്ത് മുളച്ചിട്ട് അതിന്റെ വേര് നമ്മുടെ ശരീരത്തിലാക്കി ആഴ്ന്നിറങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും അതുപോലെ എനർജിയൊക്കെ വലിച്ചെടുത്ത് ആ ചെടി വലുതാവുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയ. അതുപോലെ തന്നെയാണ് ഈ ഫംഗസ് ഈ കീടങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനവും. കീടങ്ങൾ ഒന്നാകെ നശിപ്പിച്ച് കളയുന്നത് മാത്രമല്ല, ഫംഗസ് എപ്പോഴാണോ ഈ കീടങ്ങളുടെ മേൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഈ ഫംഗസ് ഒരു കോളനിയായിട്ട് വ്യാപിക്കാൻ തുടങ്ങും. കോളനി വ്യാപിച്ച് വളരെ പെട്ടെന്ന് തന്നെ വിഘടനം നടന്ന് വളരെ പെട്ടെന്ന് വലിയൊരു കോളനിയായിട്ട് മാറിയിട്ട് ഈ കീടങ്ങൾ എവിടേക്ക് സഞ്ചരിക്കുന്നു അവിടെയെല്ലാം ഇതിന്റെ വിത്തുകൾ, ഈ ബിവേറിയയുടെ വിത്തുകൾ വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീണ് മറ്റു കീടങ്ങൾ അതിൽ കോണ്ടാക്ട് വരുമ്പോൾ ആ കീടങ്ങൾക്കെല്ലാം ഈ രോഗങ്ങൾ ബാധിക്കും.
ഫംഗസ് എല്ലാറ്റിനെയും കൊന്നുകളയുകയും ചെയ്യും. അപ്പോൾ അത് ഒരു മിത്ര കീടം അല്ലെങ്കിൽ മിത്ര കുമിൾ എന്ന പേരിലാണ് ബിവേറിയ ബാസിയാന കർഷകർക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ ബിവേറി ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് എല്ലാ കീടങ്ങളെയും കൊന്നൊടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു മെച്ചം. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പലരും പറയും ഇത് മനുഷ്യർക്ക് ദോഷമല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷെ മനുഷ്യർക്ക് ഒരു വിധത്തിൽ ഈ ഫംഗസ് ദോഷം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളൂ. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ജൈവ രീതിയിലുള്ള ഒരു കീട നിയന്ത്രണ മാർഗ്ഗമാണ് മിത്ര കുമികളെ ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള കാര്യം. അപ്പം ബിവേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുമിള് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ലായനി രൂപത്തിലും ലഭ്യമാണ്. അപ്പൊ നമ്മൾ ലായനി രൂപത്തിലാണ് ഈ മേടിക്കുന്നതെങ്കിൽ നമ്മൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടാതെ പൗഡർ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും ഈ കീടങ്ങളെ നിയന്ത്രിക്കാം. എപ്പോഴാണ് സ്പ്രേ ചെയ്ത് തുടങ്ങുന്നത് അപ്പം മുതൽ ഈ ഫംഗസ് ആക്റ്റീവായി തുടങ്ങും. കീടങ്ങളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4-5 ദിവസം കൊണ്ട് തന്നെ കീടങ്ങളെല്ലാം ചത്തു തുടങ്ങാൻ തുടങ്ങും. പിന്നെ ഈ കീടങ്ങൾ എവിടേക്ക് സഞ്ചരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഇതിന്റെ സ്പോർട്സ് വിത്തുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഏത് കോളനിയിലേക്ക് കീടം പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കീടങ്ങളെയും കൊല്ലാനും ബിവേറിയയ്ക്ക് കഴിയും. അതുകൊണ്ട് കർഷകർക്കിടയിൽ വളരെ ജനപ്രീതി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീട നിയന്ത്രണം കൂടിയാണ് ബിവേറി ഉപയോഗിച്ചുള്ള കീട നിയന്ത്രണം. ഇത് നമുക്ക് വെള്ളീച്ചയും അതുപോലെ ഇലപ്പേനും എതിരായിട്ട് മാത്രമല്ല ഈ കീടങ്ങൾക്കെതിരായിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ ഇലകളിൽ വരുന്ന ഇലത്തീനി പുഴുക്കൾ, ഇല ചുരുട്ടി പുഴുക്കൾ, അങ്ങനെ ഏത് തരം കീടങ്ങളെയും നമുക്ക് ബിവേറി ഉപയോഗിച്ച് നമുക്ക് കൊല്ലാൻ പറ്റും. ഈ ബിവേറി അടിച്ചു കഴിഞ്ഞിട്ട് വലിയ കീടങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 7-8 ദിവസത്തിനുള്ളിൽ കീടങ്ങൾക്കെല്ലാം രോഗങ്ങൾ വന്നു തുടങ്ങും. അവയ്ക്ക് ഈ ഫംഗസിന്റെ ഇൻഫെക്ഷൻ വന്നിട്ട് എല്ലാ കീടങ്ങളും ഒന്നാകെ ചത്തൊടുങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത്. ബിവേറി ഉപയോഗിച്ചിട്ടുള്ള പഴച്ചെടികളാണെങ്കിലും ശരി, പച്ചക്കറികളാണെങ്കിലും ശരി, അത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവും മനുഷ്യർക്ക് വരാറില്ല. മനുഷ്യർക്കോ മറ്റു ജീവികൾക്കോ അത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു ദോഷവും വരാറില്ല. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ബിവേറിയ ബാസിയാന എന്നിട്ടുള്ള ഈ മിത്ര കുമിള്. വളരെ സേഫ് ആയിട്ടുള്ളൊരു കീട നിയന്ത്രണ മാർഗം കൂടിയാണ്. ഈ വെള്ളീച്ചയും അതുപോലെ തന്നെ നമ്മുടെ ഇലക്കുരുടിപ്പിന് കാരണമാകുന്ന ഇലപ്പേനുകളെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കൊല്ലാൻ പറ്റും. നമ്മൾ ഇലക്കുരുടിപ്പുള്ളൊരു ചെടിയിൽ നമ്മളിത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ കീടങ്ങളും നമ്മളെ ചെടിയിൽ നിന്ന് മാറിയിട്ട് ഇല കൂടുതൽ ഉഷാറായിട്ട് വളരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വളം കൂടി, നൈട്രജൻ അടങ്ങിയ വളം എന്തെങ്കിലും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് ആ ചെടി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൂടാതെ ആ ചെടി നന്നായിട്ട് പൂവിട്ട് കായകളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിന് ഈൽഡ് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പൊ നമ്മൾ മിത്ര കുമിളിനെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഈ മിത്ര കുമിളിനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മളെ ചെടികളെ നശിപ്പിക്കില്ല എന്ന്. എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുമിള് ചെടികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫംഗസ് അല്ല, കീടങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫംഗസ് ആണ് ബിവേറിയ ബാസിയാന. ഇത് നമ്മളെ ചെടികളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫംഗസ് അല്ല. ഫംഗസുകൾ 10,000-കണക്കിന് വർഗത്തിൽപ്പെട്ട ഫംഗസുകളുണ്ട്. ആ പല ഫംഗസുകളും പല രീതിയിലുള്ള സ്വഭാവമാണ് കാണിക്കാറ്. ചെടികളെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗസുകൾ ഒരിക്കലും ജീവജാലങ്ങളെ അറ്റാക്ക് ചെയ്യാറില്ല. അതുപോലെ ജീവജാലങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗസുകൾ ചെടികളെ അറ്റാക്ക് ചെയ്യില്ല. മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗസുകൾ മറ്റ് ജീവികളെ അറ്റാക്ക് ചെയ്യാറില്ല. അങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഒരുപാട് തട്ടുകളായിട്ട് ഫംഗസിനെ വിഭജിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പ്രാണികളും ഷഡ്പദങ്ങളൊക്കെ ഉൾപ്പെടുന്ന ജീവജാലങ്ങളെ അറ്റാക്ക് ചെയ്യുന്നൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫംഗസ് ആണ് ബിവേറിയ ബാസിയാന. അപ്പോൾ ബിവേറിയ ബാസിയാന നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ വളക്കടയിലും എല്ലാ ഔട്ട്ലെറ്റുകളും ലഭിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ആക്സസ് ഉള്ള ഒരു മിത്ര കുമിളാണ് ബിവേറിയ ബാസിയാന. നിങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് ബിവേറിയ ബാസിയാന. അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ മുളക് ചെടിയിലെ കുരുടിപ്പിന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഈ സംഭവം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും. കൂടാതെ നിങ്ങളുടെ ചെടിയിൽ മറ്റ് ഇല തീനി പുഴുക്കളും മറ്റു സാധനങ്ങളും വരുന്നുണ്ടെങ്കിൽ അവയും ഈ ബിവേറിയ ബാസിയാന വഴി ചത്തൊടുങ്ങുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പലർക്കും പറ്റുന്ന പ്രശ്നമാണ് മിത്ര കുമിളുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും, ഞാൻ സ്പ്രേ ചെയ്ത് ഇന്ന് നോക്കിയപ്പോൾ ഇന്നും അവിടെ സാധനം വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അത് ചത്തിട്ടില്ലല്ലോ എന്ന് പറയും. ആ ബിവേറിയ ബാസിയാന നമ്മൾ സ്പ്രേ ചെയ്ത് പിറ്റേ ദിവസം കൊണ്ട് എല്ലാ കീടങ്ങളും പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊന്ന് ആക്റ്റീവായി വളർന്നു തുടങ്ങണം. അപ്പൊ അതിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. ഒരാഴ്ച വരെ നമുക്ക് ഇതിന് ടൈം കൊടുക്കേണ്ടതുണ്ട്. സ്പ്രേ ചെയ്ത് പിറ്റേ ദിവസം തന്നെ പോയിട്ട് റെഡി ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്ര കുമിളിന്റെ കാര്യത്തിൽ നമുക്ക് നടക്കില്ല. മറ്റ് രാസ കീടനാശിനികൾ, ജൈവ കീടനാശിനികളുടെ കാര്യത്തിൽ നമുക്ക് അത് ഓക്കെ എന്ന് പറയാൻ പറ്റും. പക്ഷെ മിത്ര കുമിളിന്റെ കാര്യത്തിൽ അത് നമുക്ക് പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗബാധിതയായിട്ടുള്ളൊരു കീടം, ബിവേറിയ കാരണം രോഗം ബാധിച്ചൊരു കീടം ആ കീടത്തിന്റെ മറ്റ് കോളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കോളനിയും നശിക്കും. അതാണ് ഇതിന്റെ ഒരു ഗുണം.
കീടത്തിന്റെ കോളനി ഒന്നാകെ നശിപ്പിക്കാനും കഴിയും. പിന്നെ നമ്മളിത് പ്രിവെൻഷൻ എന്ന രീതിയിൽ, നമുക്ക് മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ഇത് ഓരോ മാസത്തിലും ഒരിക്കലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾക്ക്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കീടങ്ങളെ അകറ്റി നിർത്താനും പറ്റും. യാതൊരു വിധത്തിലുള്ള കീടങ്ങളും നമ്മളെ തോട്ടങ്ങളെ പിന്നെ അറ്റാക്ക് ചെയ്യാറില്ല. നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും ഇത് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്താനും ബിവേറിയ ഉപയോഗിക്കുന്ന പറ്റും. ബിവേറിയ ബാസിയാന ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ചെടികളിലോ അല്ലെങ്കിൽ സസ്യങ്ങളിലോ ഒന്നും നമ്മൾ ബിവേറിയ ബാസിയാന ഉപയോഗിക്കാതിരിക്കുക. കാരണം ഫംഗിസൈഡ് അടിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബിവേറിയ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിവേറിയ ഓൺ ദ സ്പോട്ടിൽ ചത്തുപോകും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫംഗസ് ആണ്. ഫംഗസിന് ഒരിക്കലും ഫംഗിസൈഡുമായിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല. കൂടാതെ നമ്മൾ ബിവേറിയ ചെയ്ത ശേഷം അതിന് മുകളിൽ നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാനും പാടില്ല. ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ചെടിയിലൊക്കെ ഏതെങ്കിലും ഫംഗസ് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ ഫംഗിസൈഡൊക്കെ അടിച്ചു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ബിവേറിയ അടിക്കാനും കൂടി തോന്നുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഉപകാരമില്ലാത്തൊരവസ്ഥ വരും. പിന്നെ നമ്മൾ ബിവേറിയ മേടിക്കുമ്പോൾ എപ്പോഴും എക്സ്പയറി ഡേറ്റ് കഴിയാത്ത സാധനം മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബിവേറിയ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഉപകാരപ്പെടില്ല. വെറും ചോക്ക് പേടി നമ്മൾ കലക്കി ഒഴിക്കുന്ന പോലുള്ളൊരു സംഭവം വരുള്ളൂ. അപ്പോൾ എപ്പോഴും എക്സ്പയറി ഡേറ്റ് കഴിയാത്ത സാധനവും അതുപോലെ തന്നെ നല്ല ബ്രാൻഡ് സാധനം മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പറയും ബിവേറിയ ഞാൻ ഉപയോഗിച്ച് നോക്കി, പക്ഷെ ഒരു ഗുണവും കാണുന്നില്ല, ഞാനിത് പണ്ട് കുറെ ഉപയോഗിച്ചാണ്, എനിക്കിതുവരെ ഒരു ഉപകാരം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പലരും പറയും. കാരണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഫംഗിസൈഡിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, എക്സ്പയറി ഡേറ്റിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നല്ല കമ്പനി സാധനം മേടിച്ചിട്ടില്ലെങ്കിൽ ഈ ഡയലോഗുകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല ഗുണം ലഭിക്കുന്ന ഒരു മിത്രക്കുമിളാണ് ബിവേറിയ ബാസിയാന. നമ്മൾ വൈറസ് മൂലം ഉണ്ടാകുന്ന കുരുടിപ്പാണെങ്കിൽ അതിനെ നമ്മൾ മറ്റൊരു രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം. കീടങ്ങൾ കാരണം ഉണ്ടാകുന്ന കുരുടിപ്പിനെല്ലാം നമുക്ക് ബിവേറിയ ബാസിയാന ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.